ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളിപ്പോൾ ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ലേക്കിലൂടെയുള്ള യാത്രയാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടം പലസ്തീനിലെ ഗലീല കടലിലും അതിനു ചുറ്റുമുള്ള മേഖലകളിലുമായിരുന്നു. വിശുദ്ധ ബൈബിളിലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ നമുക്കത് കാണുവാനായി കഴിയും. വള്ളത്തിൽ യാത്ര ചെയ്ത കർത്താവ് ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ കാറ്റും കടലും ഒക്കെ ഇളകിയ സന്ദർഭങ്ങൾ, തിരമാലകൾ ഉയർന്ന വേളകളിൽ യേശു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നതും ശിഷ്യന്മാർ തനിയെ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും തിരമാലകളും ഉയർന്ന് അവരുടെ വള്ളം മുങ്ങുവാൻ ഒരുങ്ങിയ വേളകളിൽ, അവർ ഭയന്ന് അലറിക്കരഞ്ഞ വേളകളിൽ കർത്താവ് കടലിലൂടെ നടന്നിയെന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതൊക്കെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കുവാനായി കഴിയും. ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ കാറ്റുണ്ടായിരുന്നിരിക്കും, തിരമാലകൾ ഉണ്ടായിരുന്നിരിക്കും, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിരിക്കും. യേശുവിനെ നിങ്ങളുടെ ജീവിത പടകിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ കാറ്റും കോളും എല്ലാം ശാന്തമാകും. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനങ്ങളുടെ നിവൃത്തി വന്നവണ്ണം ബേദലഹേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് പോയി വീണ്ടും മടങ്ങി വരാമെന്ന് ഉറപ്പായി വാക്കു പറഞ്ഞ യേശുവിനെ സ്വീകരിച്ചാൽ സമാധാനം ലഭിക്കും, രോഗസൗഖ്യം ലഭിക്കും, സന്തോഷം ലഭിക്കും, പാപമോചനം ലഭിക്കും, സ്വർഗം ലഭിക്കും. യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ച് സമാധാനവും സന്തോഷവും പ്രാപിക്കുക. ഒരു പാവപ്പെട്ട ഹൈന്ദവ ഭവനത്തിൽ ജനിച്ച ഗോപാലകൃഷ്ണ എനിക്ക് എൻ്റെ 19-ാമത്തെ വയസ്സിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ് ഈ കാശ്മീരിൽ, ഈ ലേക്കിൽ, ഈ വള്ളത്തിലിരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയായത്. എൻ്റെ ജീവിതത്തിലുണ്ടായ കാറ്റും കോളുമൊക്കെ ശാന്തമായത്, ഞാൻ ഇന്നും ജീവിക്കുന്നത് യേശു എൻ്റെ ജീവിത പടകിൽ വന്നതുകൊണ്ടാണ്. ന്യൂമോണിയയും കോവിഡും ഒന്നിച്ച് ബാധിച്ച് മരണത്തിൻ്റെ താഴ്വരയിൽ ഞാൻ പോയതാണ്. യേശു എൻ്റെ ജീവിത പടകിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നെനിക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിഞ്ഞത്. വരൂ, യേശുവിനെ സ്വീകരിക്കൂ, അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.